നിയമ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നാലും ടീച്ചർ ഇതൊക്കെ നേരിടാം എന്ന് തന്നെയാണ് അല്ലെ നിലപാടിൽ. ഈ നിലപാട് ടീച്ചർ അത് തിരുത്താനോ മാറ്റാനോ തയ്യാറല്ല. പറയട്ടെ, അതായത് ഗോപി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇവരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഗോപി. അതായത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ഗോപികൃഷ്ണൻ എന്റെ സമയം എന്ന് പറഞ്ഞാണ്. അതെ സത്യഭാമ ടീച്ചർ പറയൂ. അതായത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ഞാൻ ചാനലുകാരടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഭാഗ്യലക്ഷ്മി ആ സീനൊന്ന് കാണണം. എൻ്റെ തള്ളയ്ക്ക് വരെ വിളിച്ചവരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലുകാരെ മൈക്കുകളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വലിയ മൈക്കുകളുടെ മുമ്പിൽ വരേണ്ട പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊന്നും അല്ല. അപ്പൊ മൈക്കുകാരൊക്കെ അവരെല്ലാം കേക്കൂ ഞാൻ പറയട്ടെ. ഇയാൾ പറയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ പറയണ ഡയലോഗുകളൊക്കെ ഭയങ്കര ചേഞ്ച്. ഭാഗ്യലക്ഷ്മിയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുവോ? ഇല്ല, മറുപടി പറയും. അതിന് എൻ്റെ അങ്ങനെ നിങ്ങൾ അളക്കണം തോന്നാ? എന്തിനാ അളക്കുന്ന? എന്തിനാ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കും സത്യഭാമ. അതിന് എന്നെ നിങ്ങൾ എൻ്റെ ഈ എന്താ പറയാ എൻ്റെ യോഗ്യതയും എൻ്റെ കൾച്ചർ അതൊന്നും നിങ്ങൾ രണ്ടുപേരും പറയണ്ട. അതേപോലെ തന്നെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ, നിങ്ങളുടെ തള്ളയുണ്ടോ, നിങ്ങൾക്ക് തള്ളയ്ക്ക് സൗന്ദര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചാനലുകാർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാവോ? അപ്പൊ അതിന് ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ അതിന് മറുപടി പറയോ? ധന്യാണെങ്കിൽ മറുപടി പറയോ? പിന്നെ അവര് നിയമപരിപാടിക്ക് ഗോപികൃഷ്ണ പോട്ടെ, ഞാൻ അതിന്റെ പുറകെ പൊക്കോളാം. സുപ്രീം അല്ല ആയിക്കോട്ടെ, നിങ്ങൾ എന്റെ സംസ്കാരം ഒന്ന് നോക്കണം. നിങ്ങളൊക്കെ അങ്ങ് സംസ്കാരവതികളായിട്ട് അങ്ങ് ജീവിക്കുക കേട്ടാ.